ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതാട്ടോ. അപ്പോൾ ഇന്നത്തേത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ലെങ്തി വീഡിയോസ് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മഗ്‌രിബ് നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളത്, അതായത് രാത്രി മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ എല്ലാത്തിനും ക്ലീനിങ്ങിനായാലും കുക്കിങ്ങിനായാലും ടൈം മാനേജ്മെൻറ്റിനായാലും ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. എൻ്റെ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ടൈം ആട്ടോ. അത് സ്കൂൾ വിട്ട് വരുന്ന വരെ തന്നെ ഫ്രീ ആണ്, അത് ഒരു 4-5 മണിക്കൂറൊക്കെ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി, അതായത് രാത്രികളിൽ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ സത്യം പറഞ്ഞാൽ നമുക്ക് രാവിലെ ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ടൈം നമുക്ക് കിട്ടും കേട്ടോ. സാധാരണ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയം ജസ്റ്റ് ഫോൺ നോക്കിയിരിക്കും. ആ സമയത്ത് കേശിനെ കൊണ്ട് ഞാൻ അന്ന് എടുത്ത പാഠങ്ങൾ ഞാൻ വായിപ്പിക്കാട്ടോ ചെയ്യാം. ആ സമയത്ത് ഞാനിങ്ങനെ ഫോൺ നോക്കിയിട്ട് ഹോംവർക്കും കാര്യങ്ങളൊക്കെ നോക്കുക, ജസ്റ്റ് ഒന്ന് വാട്സപ്പൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ പറയില്ല, എനിക്ക് തുണികൾ മടക്കി വെക്കാന്നുള്ളത് ഒരു ബാലി കയറാമലയാണ്. എനിക്കത് പെട്ടെന്നാണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിന് ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ തന്നെ വരണം. അപ്പോൾ ഇത് സംഭവം കുറച്ച് കുന്നുകൂടി കിടന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് മടക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിൽ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് അത് പാക്കാക്കി എല്ലാ വാർഡ്രോബിലേക്കും വെക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ വെക്കാനുള്ളത് വെക്കും വേണം, നന്നാക്കി മടക്കിയിട്ട് നീറ്റാക്കിയിട്ട് വെക്കും വേണം കേട്ടോ. അപ്പോൾ ആ സമയം കേശ അവളെ റൂമൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഒരു തല നന്നാക്കുമ്പോഴത്തേക്കും മറ്റാൾ ഇവിടെ മറ്റു തല ഇങ്ങനെ ഒക്കെ ഓരോന്നിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒതുക്കളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേശ പഠിക്കാൻ പോവാട്ടോ. ഏഷ്യനെ പഠിക്കാനിരുത്തുമ്പോഴൊക്കെ എന്ത് സാധനം കൊടുത്താലും റേക്ക് അത് മൈൻഡ് ചെയ്യൂല. ഓക്കെ എങ്ങനെയായാലും ഒരു ബുക്കും പെൻസിലൊക്കെ കിട്ടണം കേട്ടോ. മാക്സിമം ഞാൻ അവളെ ഉറക്കിയിട്ടാണ് അവളെ പഠിക്കാനിരുത്തൽ. പക്ഷേ ചില ദിവസം ഇതുപോലെ ഇങ്ങനെ ഉറങ്ങാതെ നമ്മളെ കൂടെ ഉണ്ടാവും. അന്നാന്ന് എടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ അവളെ കൊണ്ട് തനിയെ വായിപ്പിക്കലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മെസ്സേജസും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ടൈം ടേബിൾ പറഞ്ഞു കൊടുത്തിട്ട് അത് അവളെ കൊണ്ട് തന്നെ എടുത്തേപ്പിക്കുക ചെയ്യല്. അങ്ങനെ അന്നത്തെ പഠിക്കലൊക്കെ കഴിഞ്ഞ് കേശുദ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ റേക്കനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8 മണി 8:30 അതിനുള്ളിലാണ് ഞാൻ കിച്ചണിലേക്ക് വരല്. അപ്പോൾ ആദ്യം തന്നെ ഡിന്നർ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഉച്ചക്കത്തേക്ക് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കൽ. രാത്രിയിലേക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടുള്ള ഒന്നും ചെയ്യലില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. നമ്മുടെ ആ ഒരു ഗോതമ്പ് ഉണ്ടല്ലോ, ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള ഉപ്പുമാവിനോടും താല്പര്യമില്ല കേട്ടോ, റവൻ്റെതായാലും ഗോതമ്പായാലും ഒന്നും. പക്ഷേ ഈ ഒരു ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എന്തോ ഒരു നെയ്ച്ചോറൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും വലിയ താല്പര്യമില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് കഴിക്കേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് സ്മൈലി ആണെങ്കിൽ അതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിടുക. കാരണം കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമ്മളെ വീഡിയോക്ക് റീച്ച് കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുന്നേറ്റ് ഞാനൊരു ഡിഷ് ഡ്രെയിനിങ് റാക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. സാധാരണ ഞാൻ ഒരു നേരം മാത്രമേ അത് ഒഴിക്കുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലിയ വലിയ പാത്രങ്ങളൊക്കെ കയ്യിൽ കണ്ടപ്പം എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ പെട്ടെന്ന് ആക്കെ ഒന്ന് ഒഴിച്ചെടുക്കാൻ വിചാരിച്ചു.
ഇനി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ക്യാരറ്റും, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഒരു കപ്പിലാണ് നമ്മുടെ ആ ഒരു ഗോതമ്പ് നുറുക്ക് അളന്നെടുത്തിട്ടുള്ളത്. അതേ സെയിം കപ്പിൽ തന്നെ കറക്റ്റായിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് തെറ്റിപ്പോണ്ട, ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. പിന്നെ ഗോതമ്പ് ചേർത്ത് കഴിഞ്ഞാൽ തീ മാക്സിമം കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഉപ്പുമാവ് റെഡിയാവുന്നതിൻ്റെ അടുക്ക് ഞാൻ നിങ്ങൾക്കൊരു ഐറ്റം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രീൻ ഹോപ്പർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹോമി ബാഗാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഹോപ്പർ എന്നുള്ളത് അവർ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു കിറ്റിൽ വരുന്നത് പപ്പടം, പിന്നെ ചിക്കൻ മസാല, മീറ്റ് മസാല, ഫിഷ് മസാല, അങ്ങനെ ഗരം മസാല, സാമ്പാർ പൊടി, അങ്ങനെയുള്ള മസാലപ്പൊടികൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കിറ്റ് ഓഫറിന് 999 വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കിറ്റിൽ തന്നെ വരുന്ന ചെമ്പാപ്പുട്ടുപൊടി വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പഴംപുട്ടിൻ്റെ റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്പാപ്പുട്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ചായപ്പൊടിയും ഈ ഒരു കിറ്റിലേതാണ് കേട്ടോ. ചായപ്പൊടിയും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ചായപ്പൊടിയാണ് കേട്ടോ. പക്ഷേ പപ്പടം എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഷാമ്പും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഷാമ്പു ആണ്. ആ ഒരു ചെറിയ ട്യൂബാണ് കേട്ടോ ഷാമ്പു. അത് ഷാമ്പു വിത്ത് കണ്ടീഷണറാണ്, ഒരു കോക്കനട്ട് ഷാമ്പു ആണ് കേട്ടോ. അതും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഷാമ്പു ആണ് കേട്ടോ. പിന്നെ ഈ ഒരു കിറ്റിലുണ്ടായിരുന്നത് ചായപ്പൊടിയും അതുപോലെ തന്നെ 2 പാക്കറ്റ് പുട്ടുപൊടിയുണ്ട്. ചെമ്പാ പുട്ടുപൊടിയും നമ്മളെ നോർമൽ പുട്ടുപൊടിയും, പിന്നെ 2 പാക്കറ്റ്, ഓരോ കിലോൻ്റെ 2 പാക്കറ്റ് പത്തിരിപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തിരിച്ച് ഞാൻ ആ കവറിലേക്ക് തന്നെ ആക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഞാനത് എടുത്ത് വെച്ചിട്ടില്ല, പിറ്റേന്ന് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കൺസിസ്റ്റൻസി ആയിട്ട് ഉപ്പുമാവിന് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ ഇടാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കേശിനൊക്കെ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ഡിന്നർ കഴിച്ച ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നാളത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സമയത്താണ് എനിക്ക് രാവിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു 5 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ, പകൽ സമയം. മീനൊക്കെ കൊണ്ടുവന്നാലും ഞാൻ വൈകുന്നേരം തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ അത് ഇന്ന് രാവിലെ കൊണ്ടുവന്നാലും ഞാനത് വൈകുന്നേരമേ കട്ട് ചെയ്യുള്ളൂ. ആ സമയം വരെ ഞാൻ ഫ്രീസറിൽ വെക്കും. അതിനുശേഷം കട്ട് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത് കാണിച്ചു തന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം മറന്നു വെച്ചിട്ടുണ്ട്. സാധാരണ എനിക്ക് പിറ്റേന്ന് രാവിലെ എടുക്കാൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ രാവിലെ കിച്ചണിൽ ചെന്ന പാടത്തിന് എനിക്കത് കുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഞ്ഞാൽ നമുക്ക് വെള്ളത്തിലിട്ട് തണുപ്പ് പോകാനൊക്കെ കാത്തിരിക്കണമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ അത് നോർമലി ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എടുത്ത് കുക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നാളത്തേക്ക് ഞാൻ കോളിഫ്ലവറും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഞാനിപ്പോൾ തന്നെ നല്ല തിളച്ച വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അത് അങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ നാളെ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതൊരു 10-15 മിനിറ്റോടെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ രാത്രി സമയത്താണ് ഇങ്ങനെ തീർന്ന ഐറ്റംസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കൽ.
അത് കഴിഞ്ഞ് ഇതാ വർക്ക് ഏരിയയിൽ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചതും ഫുഡ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ കേശ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ടിഫിൻ ബോക്സൊക്കെ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുമ്പോഴത്തേക്കും ഞാനിതാ പിറ്റേന്നത്തേക്കുള്ള കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ മൊത്തത്തിൽ അങ്ങനെ തൊളിച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിറ്റേന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഇപ്പോൾ തൊലിച്ചെടുക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നിന്നപ്പോഴാണ് എനിക്ക് ഫിഷിൻ്റെ കാര്യം ഓർമ്മയത്. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ തൊലിച്ച് വെച്ചിട്ട് ഉള്ളിയും അതും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കോളിഫ്ലവറൊക്കെ വെള്ളം പോയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ കുറച്ച് അവസാനവട്ട മിനുക്ക് പണികളും കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ച് മീൻകറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചട്ടിയിലാണ് മീൻകറി വെക്കൽ. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കില്ല കേട്ടോ. അതിങ്ങനെ തിളപ്പിച്ച് വെക്കുക ചെയ്യുക. അപ്പോൾ അതാകുമ്പം ഫ്രിഡ്ജിലേക്ക് വെക്കാതെ തന്നെ യൂസ് ആക്കാൻ പറ്റും. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഓട്ടടക്ക് വേണ്ടിയുള്ള പച്ചരിയും കൂടി ഞാൻ വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടട പറഞ്ഞാൽ നമ്മളിവിടെ മലപ്പുറം ഏരിയയിലൊക്കെ സാധാരണ രാവിലെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലേനു. കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് ഇനി ഈ ഓട്ടട ഉണ്ടാക്കരുത് എന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി ഇപ്പം മാഷാഅല്ലാഹ് നല്ല ഓട്ടട ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ടിപ്സും കൂടി ഞാൻ ഓട്ടട ചുടുന്ന സമയത്ത് പറഞ്ഞുതരാം. പിന്നല്ലേ ഞാൻ ഡിന്നർ കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ച സമയത്ത് ഒരു കാര്യം നോട്ടീസ് ചെയ്തു. ഈ ഒരു ഡിപ്പ് ട്രേ അത്യാവശ്യം നല്ല മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ട സ്ഥിതിക്ക് അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം പിന്നത്തേക്ക് വെച്ചാൽ മടി പിടിക്കുകയും മറന്നു പോവുകയൊക്കെ ചെയ്തു പോകും. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് നമ്മൾ കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ പാടുകൾ വരും, അതുപോലെ ഫംഗസ് വരും, പിന്നെ ഒരുപാട് ബാഡ് സ്മെല്ലൊക്കെ വരും. നമ്മളിങ്ങനെ അടച്ചിടുന്നൊരു സംഭവമല്ലേ. അപ്പോൾ എന്തായാലും അതങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി രാത്രിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ലത്. കാരണം നമ്മൾ പാത്രം കഴുകി വെച്ചാൽ പിന്നെ രാവിലെ അല്ലേ ഇനി അടുത്ത പാത്രം എടുക്കാനും കഴുകാനൊക്കെ വരുള്ളൂ. പകലാവുമ്പോൾ പാത്രം എടുക്കും കഴുകും വെക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രേ അടിയിലില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും രാത്രി ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. കാരണം ഒന്നാമത് ഓട്ടഡാണ്, അരച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഓൾറെഡി മീൻ കറി ഉണ്ട്. അപ്പോൾ കറീനെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി പിന്നെ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഷടപടയെ നമുക്ക് പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു രാത്രി ചിലപ്പോൾ ഒരു മാക്സിമം 1 മണിക്കൂർ വേണ്ടി വരും നമുക്ക് എക്സ്ട്രാ. മാക്സിമം ആട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് സാധാരണ അരമണിക്കൂറൊക്കെ മതിയാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേന്നത്തേക്ക് വേണ്ടി ചെയ്തു വെക്കാൻ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഒരു പാത്രം കേൾക്കുന്നതിൻ്റെയും ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പം നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ അത്രയും സമയം നമ്മൾ വെറുതെ കളയാണ്ട് ഒരു അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു 5-6 മണിക്കൂർ എക്സ്ട്രാ അത്രയും സമയം നമുക്ക് കിട്ടാൻ പോവാണ്. അല്ലാഞ്ഞാൽ നമുക്ക് രാവിലെ മുതലേ ഉച്ച വരെ പണിയായിരിക്കും. പിന്നെ ആ പണി തീരുമില്ല, കറക്റ്റ് ടൈമിലൊന്നും ആവില്ല. അപ്പോൾ ഇതാകുമ്പോൾ ടെൻഷനും ഇല്ല, ഒരുപാട് ഫ്രീ ടൈമും കിട്ടും. അപ്പോൾ അതല്ലേ ലാഭം. അങ്ങനെ ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെക്കാണ്.
അതിൻ്റെ കൂടെ തന്നെ ഞാനിതുപോലെ ഇങ്ങനെ ചൂറ്റുപാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്നും ചെയ്യുന്നൊരു പരിപാടിയല്ല, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാത്രം ഒളി തരാൻ മറന്നോ കഴുകാൻ മറന്നോ ഒക്കെ ചെയ്താൽ അങ്ങനെയുള്ള ദിവസം പിറ്റേന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ നിങ്ങൾ മുന്നേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ ആ ഒരു കെറ്റൽ അതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു. മറ്റത് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായത്. ഇതെനിക്ക് അത്ര തൃപ്തിയായിട്ടില്ല, കാരണം അതിൻ്റെ ആ ഒരു വാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചായ ചിന്തും അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ആദ്യം തന്നെ മത്തി വറ്റിക്കാൻ വേണ്ടി പോവുകയാണ്. മത്തി വറ്റിക്കാനുള്ള ഐറ്റംസ് നമ്മൾ ഇന്നലെ തലേദിവസം തന്നെ ആ ഒരു ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചുകൊണ്ട് അതൊക്കെ ആദ്യം തന്നെ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും. മത്തി വരിച്ചൊക്കെ എല്ലാവരും ചെയ്യുന്നതാവും, പക്ഷേ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഇതെനിക്ക് എൻ്റെ വല്യമ്മ ഉണ്ടാക്കി തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ചട്ടീൻ്റെ അടിയിൽ ഒരു വാഴൻ്റെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ വാഴൻ്റെ ഇല ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഒരു 2 വലിയ തക്കാളിയും കൂടി ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഒരു ചട്ടിയിൽ ഞാനിവിടെ അടിയിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അത് വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ വെളിച്ചെണ്ണ പുരട്ടുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്ത് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആക്കി കൊടുക്കുക. ആവശ്യത്തിന് വേണ്ടി ഉപ്പും അതുപോലെ തന്നെ പുളിൻ്റെ വെള്ളവും കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മത്തി ചേർത്തെടുക്കുക. അവിടെ കുഞ്ഞമ്മത്തി ആട്ടോ എടുത്തിട്ടുള്ളത്. കുഞ്ഞമ്മത്തിയാണ് ഇത് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് മുങ്ങിക്കെടുക്കണ അത്രയും മത്തി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി അത് അടുപ്പിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറ്റി വരണം. ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ രസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ തന്നെ 2 വലിയ തക്കാളിയും കുറച്ച് കുരുമുളകും കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകം പെരിഞ്ജീരകം കൂടി പെരിഞ്ജീരകം നല്ല ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്കും ആ ഒരു മിക്സിയിൽ നിന്ന് നമ്മൾ കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം മല്ലിപ്പൊടിയും ചേർക്കുക. പച്ചമല്ലി ഉണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ട് ചേർത്താൽ മതി. ഞാൻ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചേർത്ത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേണ്ടിയുള്ള പുളിവെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. പുളിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നേ നിന്നോട്ടെ കേട്ടോ. എന്നിട്ട് അതും ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഓട്ടടയ്ക്ക് വേണ്ടി അരച്ചെടുക്കാം കേട്ടോ. ഈ ഓട്ടടയൊക്കെ അരയ്ക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് അപ്പോഴാണ് അധികം പാളിപ്പോവലുണ്ടായിരുന്നത്. കാരണം അരയ്ക്കുമ്പോൾ ഒന്നുമൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടൂല, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ടിപ്പാണ് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പത്തിരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ്സും കിട്ടും, നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞും കിട്ടും കേട്ടോ. ഇനി നമുക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഓഫ് ചെയ്ത് ഉടനെ തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ലൂസാവുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, തിളച്ച വെള്ളം ഒഴിക്കും തോറും നമ്മൾ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ടും വരും കേട്ടോ. പിന്നെ ഈ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് അങ്ങനെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും കറക്റ്റല്ല. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം കുറേ അധികം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒക്കെ നല്ല തിക്കായി നമുക്ക് കറക്റ്റ് ആ ഒരു നല്ല തിക്ക് ബാറ്റർ കിട്ടിയാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചേർക്കലുള്ളൂ. അപ്പോഴത്തേക്കും ഇതാ നമ്മളെ മത്തി ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ അധികം വെള്ളം വറ്റിച്ചെടുത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രസത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടോടെ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ചട്ടി വെക്കുക. എന്നിട്ട് ആ ഓട്ടോയുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇങ്ങനെ ഹോൾസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെച്ചിട്ട് എല്ലാം നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ലോ ഫ്ലെയിമിൽ നിന്ന് നല്ലോണം കുക്കായി വന്നിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് നല്ല ഹോൾസ് ആയിട്ടുള്ള നല്ല ആരെടുത്ത് ഓട്ടോട തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കുക, ഹോൾസ് വന്നതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസിൽ തന്നെ നല്ല അടിപൊളി ഓട്ടോട കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാനിവിടെ കോളിഫ്ലവർ മസാലയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം അതും കൂടി കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകും.
അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ ഓരോരുത്തരൊക്കെ ഉറങ്ങി എണീറ്റവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മോർണിംഗ് വാക്കൊക്കെ ചെയ്യുന്നതും അതിൻ്റെ ഇടയ്ക്ക് കേശ ചായയൊക്കെ കുടിച്ച് ഓളും പോയിട്ടോ. അപ്പോൾ അവൾ പോകുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളെല്ലാ പണിയും തീർന്നിട്ടുണ്ട്. ഇനി അത്യാവശ്യം വേണ്ട ക്ലീനിങ്ങും കാര്യങ്ങളുള്ളൂ. കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ബൈ ബൈ.